ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. അപ്പം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള മീൻ കറിയല്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ നമുക്കിത് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു 3 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 4 ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മീൻകറിയിൽ ചേർക്കുന്ന അത്രയും ചെറിയുള്ളിയൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു 3-4 ചെറിയുള്ളി മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ചെറുള്ളി ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ആ ഒരു എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടി ഇല്ല, ഒരു മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അതുപോലെ ഒരു 1/4 മുതൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ശ്രദ്ധിക്കാൻ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടൊന്ന് ആ ഒരു മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം എണ്ണയിൽ കിടന്നൊന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മളിത് വഴറ്റുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ പക്ഷേ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നേരത്തെ നമ്മൾ ചേർത്തിട്ടുള്ള ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പം ആ ഒരു മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ, ഒരു 1/2 കപ്പ് മുതൽ ഒരു 1/4 കപ്പ് വരെ. അപ്പോൾ അത്രയും തേങ്ങ ചിരവിയൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു മുളക് പൊടിയും മസാലയൊക്കെ ആ ഒരു തേങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ തേങ്ങ അങ്ങനെ ഒരുപാട് വറക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു തേങ്ങയുടെ ആ ഒരു മിക്സർ നന്നായിട്ടൊന്ന് ചൂടാറണം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട്. ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്നിങ്ങനെ കുതിർക്കാൻ വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിൻ്റെ കൂടെ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്നത് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം മുഴുവനായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് അരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഫൈനായിട്ട് അരച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ കുറച്ചിങ്ങനെ തരിതരിയായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മീൻകറി വെക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു അരപ്പൊന്നിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ് മീൻകറിയൊക്കെ. അപ്പോൾ ആ ഒരു അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരുപാടൊന്നും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു മീനൊക്കെ ഇങ്ങനെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം മതി. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഗ്യാസിലേക്ക് വെച്ചിട്ടൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു തക്കാളി ആയതുകൊണ്ട് അതൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ ആ ഒരു ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ആ ഒരു തേങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് അങ്ങനെ ഒന്ന് വെന്ത് വരുന്നവരെ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ അതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അരപ്പൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഇളക്കി നോക്കിയിട്ട് ആ ഒരു തക്കാളി ഒന്നിങ്ങനെ വെന്തിട്ടുണ്ടോളൂ. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു തക്കാളി ഒന്നിങ്ങനെ വേവാനുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ മീൻ ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും പിന്നെ ആ പുളി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുളിയൊക്കെ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നവരയാണ് കേട്ടോ. നവര, കിളിമീൻ എന്നൊക്കെ പറയും ഇവിടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോടൊക്കെ പറയുന്നത് പുതിയാപ്ലക്കോര എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഏതാ പറയുന്നതെന്ന് അറിയുന്നവരൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മീൻ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അപ്പോൾ തല ചേർത്തിട്ടില്ല, അല്ലാത്ത ബാക്കി മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കറിയിലേക്ക് മീൻ ഇട്ട് കൊടുക്കുമ്പം ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ
ഒരുപാടങ്ങ് ഇളക്കരുത് കേട്ടോ. നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു മീൻ ഇങ്ങനെ കറിയിലേക്ക് ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ ഒരു മീനൊക്കെ ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കയ്യിലിട്ട് ഇളക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കയ്യിലുകൊണ്ട് ഇളക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്, അങ്ങനെ അടുക്കി പിടിക്കാൻ. അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒരു 1-2 പ്രാവശ്യം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 5-6 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ആ ഒരു മീനൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടെ ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ മീനൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ വറവിട്ടിട്ട് ഒഴിക്കാം കേട്ടോ. പക്ഷേ അങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിന് വേറെ സാധാരണ ഒരു മീൻ കറിയുടെ ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റിനായിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളിയും എല്ലാം കൂടെ വഴറ്റി മസാലയൊക്കെ ചേർത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം തേങ്ങ അരച്ചൊഴിച്ച് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു അരപ്പ് റെഡിയാക്കിയിട്ട് അരപ്പിലാണ് നമ്മൾ മീനൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. ഒരുപാട് സമയം അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ മീൻ കറി ചേർക്കുന്ന അത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർത്തിട്ടുമില്ല. നമ്മൾ സാധാരണ മീൻകറി ചേർക്കുമ്പോൾ കുറച്ചും കൂടെ സവാളയും പിന്നെ അതുപോലെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർക്കില്ല. അപ്പോൾ നമ്മൾ അത്രയൊന്നും ചേർത്തിട്ടില്ല, എന്നാൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ അതുപോലെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിക്കും പുട്ടിനൊക്കെ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പം നിങ്ങളിതുപോലെയുള്ള ഈ ഒരു നവര പിന്നെ അതുപോലെ വാളയൊക്കെ ഇല്ല, അപ്പോൾ ആ ഒരു മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.